ഇപ്പോഴത്തെ രജിസ്ട്രാർക്ക് കാവിക്കൊടിയോട് അലർജിയുണ്ടോ, ഭാരതാംബയോട് അലർജിയുണ്ടോ? അതുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. 2020 അദ്ദേഹം പ്രിൻസിപ്പലായിരുന്നപ്പോൾ ശ്രീ അയ്യപ്പ കോളേജിന്റെ പ്രിൻസിപ്പലായിരുന്നു ഈ രജിസ്ട്രാർ KS അനിൽകുമാർ. അന്ന് അദ്ദേഹം പങ്കെടുത്ത അദ്ദേഹം പ്രിൻസിപ്പലായിരിക്കുന്ന കോളേജിൽ ധ്വനി കലാലയ യൂണിയൻ അവരുടെ പരിപാടിയിൽ 2020 അദ്ദേഹം പങ്കെടുത്തപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ചിത്രം പുറത്തു വന്നിരുന്നു. 2-3 ദിവസമായി പുറത്തു വന്നിരുന്നു. നിങ്ങളൊക്കെ കണ്ടു കാണുമായിരിക്കും. അന്ന് ഭാരതാംബയുള്ള, അതായത് കാവിക്കൊടി പിടിച്ച ഭാരതാംബയുള്ള ഈ എല്ലാം ഉണ്ട്, സിംഹവും എല്ലാം ഉണ്ട്, അങ്ങനെയുള്ള ഒരു ബാനറാണ് പിന്നിൽ ശ്രീ അയ്യപ്പ കോളേജിൽ വെച്ചിരുന്നത്. അവിടുത്തെ പ്രിൻസിപ്പലായിരുന്നു ശ്രീ KS അനിൽകുമാർ. അദ്ദേഹത്തിന് അന്ന് ഒരു അലർജിയുമില്ല, അന്ന് അദ്ദേഹത്തിന് ഒരു വർഗീയതയുമില്ല. ഈ കാവിക്കൊടി കണ്ടപ്പോൾ അദ്ദേഹത്തിന് അത് ഹിന്ദു ദേവതയാണെന്നും തോന്നിയിട്ടില്ല. ഒരു കാര്യവും ഒരു വിമർശനവും ഉന്നയിക്കാതെ അദ്ദേഹം പ്രിൻസിപ്പലായിരിക്കുന്ന കോളേജിലാണെന്ന് ഓർക്കണം. ആ പരിപാടിയിൽ പങ്കെടുത്ത KS അനിൽകുമാറിന് ഇപ്പോൾ ഈ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ പറയുന്നത് പോലെ ഇവിടെ ചാടിക്കളിക്കേണ്ട സാഹചര്യം എന്താണ്? അദ്ദേഹം കാണിക്കുന്ന രാഷ്ട്രീയമല്ലേ? അങ്ങനെയാണെങ്കിൽ ഗവർണർ ഈ ഭാരതാംബ എന്ന് കേട്ടാൽ ഉടൻ അതിനെ എതിർക്കണം എന്നുള്ള അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം അവിടെയുണ്ട്. അതെന്താണ് ചർച്ച ചെയ്യാത്തത്? ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെയും ഗവർണറുടെയും മാത്രം രാഷ്ട്രീയമല്ല, രജിസ്ട്രാർക്കും ഇവിടെ രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം കൊണ്ടാണ് അദ്ദേഹം ഈ പരിപാടിയിൽ അലമുണ്ടാക്കാനായി നോക്കിയത്. അപ്പോൾ അന്ന് വർഗീയത കാണാത്ത, 2020 വർഗീയത കാണാത്ത KS അനിൽകുമാർ ഇവിടെ വർഗീയത ഉണ്ടാക്കുന്ന ചിത്രമാണിതെന്ന് ഉള്ള ഒരു തോന്നലിലേക്ക് എത്തിയത് രജിസ്ട്രാറായി നിയമിച്ചവരോടുള്ള നന്ദിയായിരിക്കും എന്നുള്ളതാണ്.